ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് റെസിപ്പി ഉണ്ടതല്ല, ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതെങ്ങനെയാണെന്ന്. ഞാനങ്ങനെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത് ഇടുന്നുണ്ടേ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇടുന്നത് 2 ചീസാണ് കേട്ടോ. 2 ചീസ് പൊടിഞ്ഞു പോയി. ഞാനൊരു 3 ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഹാഫ് കുക്കായതിനു ശേഷം നമുക്കിതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നമ്മളെ വെറൈറ്റി ഡിഷ്. ആ വീഡിയോ കാണിക്കുന്നത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് പുട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം എങ്ങനെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ബെസ്റ്റ് സാധനം, അടിപൊളി. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നിട്ട് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ചീസൊക്കെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് മുട്ട നമ്മളിങ്ങനെ ഇങ്ങനെ വേവാതെ എടുത്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമോ ചെവയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിലായിരിക്കും ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം കുറച്ചുകൂടി പച്ചമുളക് നമ്മൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എരിവും കൂടി നല്ല മുന്നിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടേ, അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. എനിക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ചതിനേക്കാളും ഇഷ്ടപ്പെട്ടത് പുട്ടിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ. അതിൽ പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പുട്ടിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.